Golden Diamonds, Kerala and Karnataka. ഇതിന് ഏത് രീതി വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാം. ഞാൻ ഇതിനു മുമ്പ് ദേശീയ വേദിയുടെ കീഴ്വഴക്കം നിയമമല്ല, കീഴ്വഴക്കവും നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല ജനറൽ ബോഡിയിൽ കണ്ടുവരുന്നത് ഒരു പാനൽ അവതരിപ്പിക്കും, ആ പാനലിനെ അംഗീകരിക്കും. സാധാരണ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഈ ഭാരവാഹിത്വം നിർബന്ധിച്ചിട്ട് ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് പാനല് ആണോ അല്ല നിർദ്ദേശമാണോ ഏതെങ്കിലും ഒരാളെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു. അതെ, അതായത് നിലവിൽ ഇപ്പോൾ ഒഴിഞ്ഞ ഒരു കമ്മിറ്റി എൻ്റെ കയ്യിൽ ഒരു പാനൽ തന്നിട്ടുണ്ട്. അത് ഞാനും കൂടി നോക്കിയിട്ട് അറിയില്ല. ആ പാനലിൽ കൂടി പോവാമെന്നാണോ ഇനി നിർദ്ദേശിക്കുന്നതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ലത്. അതായത് ഈ പാനൽ പാനലാണ് നല്ലതെന്ന് നല്ല അഭിപ്രായം. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഒരു പാനലിൽ കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ വന്നിട്ട് പ്രതികരിക്കുന്ന ഒരു സംഘടന, ഒരു നാടിൻ്റെ നീതി നിഷേധത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു സംഘടന ഒരു നാട്ടിലുണ്ടാവുക എന്നുള്ളത് ആ നാട്ടുകാരുടെ വലിയൊരു ഭാഗ്യമാണ്. അതാണ് കഴിഞ്ഞ 33 വർഷം ഗുജറാൾ ദേശീയ വേദി എന്ന സംഘടന ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. കണ്ണീരൊപ്പാൻ കണ്ണികളാവുക എന്ന ആ ഒരു മുദ്രാവാക്യം, സൂക്തവാക്യം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് നാളിതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറിയുടെ, അതിൽ ഞാൻ എടുത്തു പറയാവുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി ഞാൻ അവതരിപ്പിക്കാം. ഒന്ന്, കുമ്പള റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് നമ്മൾ നടത്തിയ റെയിൽവേ അവഗണനയ്ക്കെതിരായിട്ട് നടത്തിയ ഒരു പ്രതിഷേധ കൂട്ടായ്മ നമ്മുടെ സംസ്ഥാനമൊട്ടാകെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമായിരുന്നു. ശ്ലാഘനീയമായ ഒരു ദേശീയ വേദിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു വേറിട്ടൊരു പരിപാടി ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കാൻ സംഘടനയ്ക്ക് സാധിച്ചു. 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ മുഗരാലിലെ മുതിർന്ന പൗരന്മാരെ അവരാരെയൊക്കെയാണോ ഉദ്ദേശിച്ചത് ആ മുഴുവൻ ആൾക്കാരെയും അവിടെ വിളിച്ചു വരുത്തി അവരെ ഒന്ന് ഈ സ്വാതന്ത്ര്യ പുലരിയിൽ ഒന്ന് സ്നേഹോപഹാരം നൽകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അവർക്കുണ്ടായ ആ സന്തോഷം, ആ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഉണ്ടായ ഒരു പ്രത്യേകമായ അനുഭൂതി. എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാനത് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം, കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ആയിട്ട് വളരെ ശ്ലാഘനീയമായ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കാനുള്ള ഒരു ചടങ്ങ് കൂടിയായി ആ ചടങ്ങ് മാറി. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ കരുത്തരായ ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും അതിന് നിർലോഭമായ സഹകരണം നൽകിയ ഈ നാട്ടുകാരെയും പ്രത്യേകം, ഞാൻ അടക്കമുള്ള നാട്ടുകാരെയും പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചുമതല എന്ന് പറയുന്നത് പുതിയ വർഷത്തെ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ അനുവാദത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയത്തെ കുറിച്ച് 2 വാക്ക്. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും
ഈ മൊഗ്രാൽ സ്കൂളിൽ പഠിച്ചവരാണ്. പഠിക്കാത്തവർ ആരും ഉണ്ടാവില്ല. 2000 ചില്ലുവാനും കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. 1 മുതൽ 10ാം ക്ലാസ് വരെയും VHSCയും +2 ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം 234 കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതിയതിൽ മുഴുവൻ കുട്ടികളും പാസ്സായി. അതിൽ 20ഓളം കുട്ടികൾക്ക് ഫുൾ മാർക്കും കിട്ടി. പക്ഷേ ഇന്ന് ഏകദേശം എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയുടെയും VHSCയുടെയും അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. നിങ്ങൾക്കറിയാം, ഇരിക്കാൻ ബെഞ്ചില്ല. അതായത് കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി VHSCയിലേക്ക് നമ്മളൊരു ദൗത്യ സംഘത്തെ അയച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട കെട്ടിടവും ഏറ്റവും മോശപ്പെട്ട സൗകര്യവുമുള്ള ഏറ്റവും കുറവ് റിസൾട്ടുമുള്ള ഒരു സ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ അത് മൊഗ്രാൽ സ്കൂളാണ്. ബെഞ്ച് വന്നെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ മംഗൽപാടി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തെ ഒന്ന് നോക്കണം. ഈ സൈഡ് റൈറ്റ്, അതായത് മംഗൽപാടി പഞ്ചായത്ത് കുറച്ചിപ്പുറം എത്ര കെട്ടിടങ്ങളാണ്, എത്ര സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിനെ അപേക്ഷിച്ച് നമുക്ക് ഒന്നുമില്ലല്ലോ. അതായത് ഞാൻ ഈ പറയാൻ കാരണം തന്നെ പുതിയ കമ്മിറ്റി കൂടി ഇപ്പൊ വന്ന് ആ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന 2 വ്യക്തികൾ ദേശീയ വേദിയുടെ കൂടി ഭാരവാഹികളും അംഗങ്ങളാണ്. അതുകൊണ്ട് ഈ നിങ്ങൾ പ്രത്യേകം താല്പര്യം എടുക്കണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, നമ്മുടെ കുട്ടികളുടെ അച്ചടക്കരാഹിത്യം നമ്മളെപ്പോഴും കാണുന്നതാണ്. ഹയർ സെക്കൻഡറിയും VHSCയും മുതൽ 10ാം ക്ലാസ് വരെ എത്തിയത്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലെയും കുട്ടികൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് പൊതുവെ അവരുടെ അച്ചടക്കം. പക്ഷെ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വടിയെടുക്കാൻ പാടില്ല, നോക്കി പേടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പുതിയ നിയമങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതാണ്, ലഹരിയിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം. പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്, സുലഭമാണ്. അതുകൊണ്ട് ദേശീയ വേദി എന്നും നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് പുതിയ കമ്മിറ്റിയും നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സാധാരണ പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല.
കാൽ നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിന്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178 000. ടോൾ ഫ്രീ നമ്പർ 14. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും.
പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും